ഹായ്, വെൽക്കം ടു എജുവേൾഡ് ക്ലാസ്. സോ നമ്മൾ സോഷ്യോളജി സബ്ജക്റ്റിലെ തേർഡ് മൊഡ്യൂളാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് എന്നാണ് മൊഡ്യൂൾ നെയിം. സോ അതിൽ തന്നെ ഫസ്റ്റ് ടോപ്പിക്കുകളായിട്ടുള്ള പോവർട്ടി എലിവേഷൻ, പ്രോഗ്രാംസ്, കൺസ്യൂമറിസം, റൂറൽ അർബൻ ഡിസ്പാരിറ്റീസ്. സോ ഇത്രയും ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പം ആദ്യം എന്താണ് പോവർട്ടി എന്ന് നോക്കാം. പോവർട്ടി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വൈഡ് സ്പ്രെഡ് സോഷ്യോ എക്കണോമിക് പ്രോബ്ലം ഓഫ് ഇന്ത്യ. സോ ഇന്ത്യയുടെ വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണല്ലേ, സോഷ്യലി എക്കണോമിക്കലി ഉള്ള ഒരു പ്രോബ്ലമാണ് പോവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻഡീഡ് എ കോമൺ പ്രോബ്ലം വിച്ച് ഈസ് ബീങ് ഫേസ്ഡ് വിത്ത് മോസ്റ്റ് ഓഫ് ദ അണ്ടർ ഡെവലപ്ഡ് ആൻഡ് ഡെവലപ്പിംഗ് കൺട്രീസ് ഓഫ് ദ വേൾഡ്. സോ കോമൺ പ്രോബ്ലം ആണല്ലേ, അണ്ടർ ഡെവലപ്ഡ് അതായത് ഒരുപാട് ഡെവലപ്മെൻറ്റ് നടക്കാത്ത രാജ്യങ്ങളിലെ അതുപോലെ ഡെവലപ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കൺട്രികളുടെ ഒരു കോമൺ പ്രോബ്ലമാണ്. ആ കൺട്രികൾ നേരിടുന്ന ഒരു കോമൺ പ്രോബ്ലമാണ് ഈ പോവർട്ടി ദാരിദ്ര്യം എന്ന് പറയുന്നത്. It is not only socio-economic but even emotional, cultural and political in nature. സോ ഇത് നമ്മുടെ സൊസൈറ്റിയിലുള്ള എക്കണോമിക് പരമായിട്ട് മാത്രമല്ല പോവർട്ടി പറയുന്നത്. സോ ഇത് ഇമോഷണലും ഉണ്ട്, കൾച്ചറലും ഉണ്ട്, സോ അതിൽ പൊളിറ്റിക്കലും നേച്ചറാണ്. The development that have been taking place in this land for the past 7 decades have not been able to wipe our poverty. Poverty has been the root cause of many of the problem. സോ നമ്മുടെ നാട്ടിൽ ഒരു 70 വർഷത്തോളമായിട്ടും ഒരുപാട് ഡെവലപ്മെൻറ്റ് നടന്നിട്ടുണ്ട്. എന്നാൽ പോലും ഇന്നും ഈ നിമിഷം വരെ നമ്മുടെ ഇന്ത്യയിൽ പൂർണ്ണമായിട്ടും ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടന്നിട്ടില്ല. സോ ഇന്ത്യയിൽ തന്നെ ഇൻഡെക്സിൽ 125 രാജ്യങ്ങളെടുത്ത് അതിൽ 111ാമത്തെ സ്ഥാനത്തിലാണ് ഇന്ത്യ എന്ന് പറയുന്ന ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ. ഇനി എന്താണ് മീനിങ്? പോവർട്ടി ഈസ് എ സിറ്റുവേഷൻ ദാറ്റ് ഗീവ് റൈസ് ടു എ ഫീലിംഗ് ഓഫ് ഡിസ്ക്രിപ്പൻസി ബിറ്റ്വീൻ വാട്ട് വൺ ഹാസ് ആൻഡ് വാട്ട് വൺ ഷുഡ് ഹാവ്. സോ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് ആണല്ലേ, എന്തൊക്കെ തമ്മിലുള്ളത്. വാട്ട് വൺ ഹാസ്, എന്താണ് നമ്മുടെ കയ്യിലുള്ളതിൽ നിന്നും അതിൽ നിന്നും നമുക്ക് എന്തൊക്കെയാണെന്ന് ഷുഡ് ഹാവ്, നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളൊരു ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് എറേസ് ചെയ്യുന്നതാണ് നമ്മുടെ ദാരിദ്ര്യമെന്ന് പറയുന്നത്. ബെർസ്റ്റിൻ ഹെൻറി ഹാസ് ഐഡൻറ്റിഫൈഡ് ദ ഫോളോയിങ് ഡയമെൻഷൻ ഓഫ് പോവർട്ടി. സോ ലാക്ക് ഓഫ് ലൈവ്ലിഹുഡ് സ്ട്രാറ്റജി. ഇനി പോവർട്ടിയുടെ ഡയമെൻഷൻസ് ആണ് പറയുന്നത്. സോ ഇത് ബെർസ്റ്റിൻ ഹെൻറിയുടെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ അനുസരിച്ചാണ് പറയുന്നത്. ഇനി എന്തുകൊണ്ടായിരിക്കും പോവർട്ടി വന്നതെന്ന് വെച്ചാൽ ലൈവ്ലിഹുഡ് സ്ട്രാറ്റജി, നമുക്ക് ജീവിത മാർഗത്തിൽ വരുന്ന എന്തെങ്കിലും ജോലി ഇല്ലാതെ വരുന്ന അവസ്ഥ, നമുക്ക് ജീവിത മാർഗം കണ്ടെത്താൻ പറ്റാതെ വരുന്ന ഒരവസ്ഥയിൽ ദാരിദ്ര്യം ഉണ്ടാകാം. ഇൻഅക്സസിബിലിറ്റി ടു റിസോഴ്സസ്. സോ റിസോഴ്സുകൾ കിട്ടാതെ അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അത് റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മണി ആവാം, ചിലപ്പോൾ ലാൻഡ് ആവാം, ചിലപ്പോൾ ചിലർക്ക് ക്രെഡിറ്റ് ആവാം. അങ്ങനെ ഏതെങ്കിലും റീസൺ കാരണം അവർക്ക് ആ റിസോഴ്സ് യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്നു. ഇനി ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി ആൻഡ് ഫ്രസ്ട്രേഷൻ. സോ ഇങ്ങനെ ഒരു ഇത് വന്നു കഴിയുമ്പോഴത്തേക്ക് പോവർട്ടി ദാരിദ്ര്യം വന്നു കഴിയുമ്പോൾ ഇൻസെക്യൂരിറ്റി തോന്നും, ഫ്രസ്ട്രേഷൻ തോന്നും. അതുപോലെ ഇന്നബിലിറ്റി ടു മെയിൻറ്റെയിൻ ആൻഡ് ഡെവലപ്പ് സോഷ്യൽ റിലേഷൻസ് വിത്ത് അതേഴ്സ് ആസ് എ കോൺസിക്വൻസ് ഓഫ് ലാക്ക് ഓഫ് റിസോഴ്സസ്. സോ എനിക്ക് ഇത്രയും നമുക്ക് ദാരിദ്ര്യം ഉള്ളത് കാരണം നമുക്ക് പല കാര്യങ്ങളിൽ ആവശ്യമുള്ളത് കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളത് കാരണം മറ്റുള്ള സോഷ്യൽ റിലേഷൻസിനെ നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, പുറത്തിറങ്ങി നല്ല രീതിയിൽ മിങ്കിൾ ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇതൊക്കെ ഒരു പോവർട്ടിയുടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നതാണ്. ഇനി പോവർട്ടി എക്സിസ്റ്റ് വെൻ വൺ ഈസ് നോട്ട് ഏബിൾ ടു ഗെറ്റ് സഫിഷ്യൻറ്റ് ഫുഡ് ആൻഡ് അതർ നെസസിറ്റീസ് ഓഫ് ലൈഫ്. ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരാൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ്, അതുപോലെ അയാൾക്ക് ജീവൻ നിലനിർത്താൻ അല്ലെങ്കിൽ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ബേസിക് കാര്യങ്ങൾ കിട്ടാതെ വരുന്നതിനെയാണ് നമ്മൾ പോവർട്ടി ദാരിദ്ര്യമെന്ന് പറയുന്നത്. ഇനി കുറച്ച് ഡെഫിനിഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഗില്ലിൻ പറയുന്നത് ഇറ്റ്സ് എ കണ്ടീഷൻ ഇൻ വിച്ച് എ പേഴ്സൺ ഐദർ ബിക്കോസ് ഓഫ് ഇൻഅഡിക്വേറ്റ് ഇൻകം ഓർ അൺവൈസ് എക്സ്പെൻഡിച്ചേഴ്സ് ഡസ് നോട്ട് മെയിൻറ്റെയിൻ എ സ്കെയിൽ ഓഫ് ലിവിംഗ് ഹൈ ഇനഫ് ടു പ്രൊവൈഡ് ഫോർ ഹിസ് മെൻ്റൽ ആൻഡ് ഫിസിക്കൽ എഫിഷ്യൻസി ആൻഡ് ടു എനേബിൾ ഹിം ആൻഡ് ഹിസ് നാച്ചുറൽ ഡിപ്പെൻഡൻറ്റ് ടു ഫങ്ഷൻ യൂഷ്വലി അക്കോർഡിംഗ് ടു ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് എ സൊസൈറ്റി ഓഫ് വിച്ച് ഹീസ് എ മെമ്പർ. സോ ഗില്ലിൻ പറയുന്നത് പോവർട്ടി ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു പേഴ്സൺ അയാൾക്ക് ആവശ്യത്തിനുള്ള വരുമാനം കിട്ടുന്നില്ല, അതല്ലെങ്കിൽ അയാൾക്ക് ആ കിട്ടുന്ന വരുമാനത്തിൽ വയസ്സായിട്ട് ബുദ്ധിപരമായിട്ട് അത് എങ്ങനെ ചിലവഴിക്കണമെന്ന് അറിയാൻ പറ്റുന്നില്ല. സോ ഡസ് നോട്ട് മെയിൻറ്റെയിൻ എ സ്കെയിൽ ഓഫ് ലിവിങ്. സോ അതുകൊണ്ട് അത് ജീവിത രീതിക്ക് ഒരു മെയിൻറ്റെയിൻ അല്ലെങ്കിൽ ആ കിട്ടുന്ന ഇൻകത്തിൻ്റെ അകത്ത് വെച്ച് ജീവിക്കാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം വരുന്നു. സോ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് പോവർട്ടി എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്നത്.
ഇനി ആദം സ്മിത്തിൻ്റെ ഡെഫിനേഷനാണ് മാൻ ഈസ് കൺസിഡേർഡ് ആസ് റിച്ച് ഓർ പോർ അക്കോർഡിംഗ് ടു ദ ഡിഗ്രി ഇൻ വിച്ച് ഹീ ക്യാൻ അഫോർഡ് ടു എൻജോയ് ദ നെസസറീസ് ദ കൺവീനിയൻസ് ആൻഡ് ദ അമ്യൂസ്മെൻറ്റ്സ് ഓഫ് ലൈഫ്. സോ ഇതൊക്കെ ജസ്റ്റ് ഡെഫിനിഷൻസ് ആണ്, ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കണ്ട. ഇനി അടുത്ത ടൈപ്സ് ഓഫ് പോവർട്ടിയാണ്. പോവർട്ടി, ദാരിദ്ര്യം തന്നെ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. അബ്സല്യൂട്ട് പോവർട്ടി അതും ആൻഡ് റിലേറ്റീവ് പോവർട്ടി. സോ അബ്സല്യൂട്ട് പോവർട്ടി ഇത് മറ്റൊരു പേരിൽ അറിയാം, സബ്സ്റ്റിനൻസ് പോവർട്ടി എന്നും പറയപ്പെടും. അതായത് ഇൻഡിവിജ്വൽ ഇസ് നോട്ട് ഏബിൾ ടു മെയിൻറ്റെയിൻ എ മിനിമം ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ടു മെയിൻറ്റെയിൻ ഹിംസെൽഫ് ആൻഡ് ഹിസ് ഫാമിലി. സോ അബ്സല്യൂട്ട് പോവർട്ടി എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന് അദ്ദേഹത്തിൻ്റെ മിനിമം നമ്മുടെ നോർമൽ ഒരു ജീവിത സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ അയാളുടെ ഫാമിലി അല്ലെങ്കിൽ അയാൾക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരുന്നൊരു അവസ്ഥയാണ് നമ്മൾ അബ്സല്യൂട്ട് പോവർട്ടി എന്ന് പറയുന്നത്. ഇനി അബ്സല്യൂട്ട് പോവർട്ടി ഈസ് ഓഫൻ നോൺ ആസ് സബ്സ്റ്റിനൻസ് പോവർട്ടി സിൻസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അസസ്മെൻറ്റ് ഓഫ് മിനിമം സബ്സ്റ്റിനൻസ് റിക്വയർമെൻറ്റ് സച്ച് എസ് ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, ഹെൽത്ത് റിക്വയർമെൻറ്റ്. സോ അബ്സല്യൂട്ട് അല്ലെങ്കിൽ സബ്സ്റ്റിനൻസ് പോവർട്ടി എന്ന് പറയുന്നത് നമുക്ക് ബേസിക് നീഡ്സ് കിട്ടാതെ വരുന്നു, അല്ലെങ്കിൽ ബേസിക് നീഡ്സിൻ്റെ ഷോർട്ടേജ് കൊണ്ട് നമുക്ക് വരുന്നതാണ്. ബേസിക് നീഡ്സ് എന്ന് പറയുന്നത് ഫുഡ് കഴിക്കാനില്ലാതാവുക, നമുക്ക് ആവശ്യമുള്ള വസ്ത്രം കിട്ടാതാവുക, വീടില്ലാതിരിക്കുക, പ്രോപ്പറായിട്ട് ഹെൽത്ത് കെയർ കിട്ടാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ പറ്റാതെ വരുന്ന ആ ഒരു ദാരിദ്ര്യത്തിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് പോവർട്ടി അല്ലെങ്കിൽ സബ്സ്റ്റിനൻസ് പോവർട്ടി എന്ന് പറയുന്നത്. ഇനി ഇത് തന്നെ റിലേറ്റീവ് പോവർട്ടി ഉണ്ട്. Develop the idea of relative stance, that is standards which are relative to particular time and place. സോ ഇത് റിലേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പർട്ടിക്കുലർ ഒരു ടൈം അല്ലെങ്കിൽ ഒരു പ്ലേസിനുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്ത് സ്റ്റാൻഡേർഡ്, അതായത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ മറ്റുള്ളവരുടെ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഇപ്പം കുറച്ചുകൂടെ ഹൈ ആയിട്ട് ജീവിക്കുന്ന ഭയങ്കര റിച്ച് ആയിട്ടുള്ളവർ കാണും. സോ ഉദാഹരണം അംബാനിയെ പോലുള്ള. സോ അപ്പോൾ അവരെ കാണുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കും നമുക്ക് ജീവിക്കാനുള്ള എല്ലാം ഉണ്ട്, പക്ഷേ അത്രയും നമ്മൾ റിച്ച് അല്ല. സോ നമ്മൾ റിലേറ്റ് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ സ്റ്റാൻഡേർഡ് നമുക്ക് ആവശ്യത്തിനുള്ള എല്ലാം ഉണ്ട്, പക്ഷേ എന്നാലും അവരത്ര എത്തിയില്ല എന്നുള്ളൊരു റിലേറ്റീവ് ചെയ്താൽ നമ്മൾ റിലേറ്റ് ചെയ്യാൻ തുടങ്ങും. സോ അതിനെ നമ്മൾ റിലേറ്റീവ് പോവർട്ടി എന്ന് പറയുന്നത്. എ പേഴ്സൺ മേ ബി റിലേറ്റീവ്ലി പുവർ എമംഗ് ദ പേഴ്സൺസ് ഓഫ് ഹിസ് ഓൺ ഗ്രൂപ്പ് ഹു ആർ റിലേറ്റീവ്ലി റിച്ച്. സോ നമ്മുടെ ഗ്രൂപ്പിൽ ഉള്ളവർ കുറച്ചുകൂടെ റിച്ച് ആയിരിക്കും. സോ അവരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ പുവർ ആയിരിക്കും. സോ അതിനെയാണ് നമ്മൾ റിലേറ്റീവ്ലി പുവർ അല്ലെങ്കിൽ റിലേറ്റീവ് പോവർട്ടി എന്ന് പറയുന്നത്. ഇനി എന്താണ് പോവർട്ടി ലൈൻ എന്ന് നോക്കാം. പോവർട്ടി ഈസ് പെർസീവ്ഡ് ഇൻ ടേംസ് ഓഫ് പോവർട്ടി ലൈൻ വിച്ച് ഇസ് ഡിറ്റർമിൻഡ് ബൈ പ്രിവെയിലിംഗ് സ്റ്റാൻഡേർഡ്സ് ഓഫ് വാട്ട് ഈസ് നീഡഡ് ഫോർ ഹെൽത്ത്, എഫിഷ്യൻസി, നർച്ചറിങ് ഓഫ് ചിൽഡ്രൻ, സോഷ്യൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് ദ മെയിൻ്റനൻസ് ഓഫ് സെൽഫ് റെസ്പെക്റ്റ്. ഇപ്പോൾ ദാരിദ്ര്യത്തിനെ നമുക്ക് അതിൻ്റെ പോവർട്ടി ലൈൻ എന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാം. ഇതിന് കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഈ ദാരിദ്ര്യത്തിൻ്റെ എത്രയാണെന്ന് നമുക്ക് അളക്കുന്ന കുറച്ച് ലൈൻസ് ഉണ്ട്. അതിന് എന്തൊക്കെയാണ്? ഹെൽത്ത്, നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ, എഫിഷ്യൻസി, കുട്ടികളുടെ നർച്ചറിങ്, അതുപോലെ സോഷ്യൽ പാർട്ടിസിപ്പേഷൻ, അതുപോലെ മെയിൻ്റനൻസ് ഓഫ് സെൽഫ് റെസ്പെക്റ്റ്. ഇൻ പ്രാക്ടീസ്, ഹൗവർ ദ പോവർട്ടി ലൈൻ ഇസ് ഡ്രോൺ ഓൺ ദ ബേസിസ് ഓഫ് എ ബേറസ്റ്റ് മിനിമം ഡിസൈറബിൾ ന്യൂട്രീഷണൽ സ്റ്റാൻഡേർഡ് ഓഫ് കാലറീസ് ഇൻടേക്ക്. സോ നമുക്ക് ഇങ്ങനെ ദാരിദ്ര്യം കണ്ടുപിടിക്കുന്നതിന് നമുക്കൊരു ബേസിക്കായിട്ടൊരു ബൗണ്ടറി വെക്കണം. സോ അപ്പോൾ അതിൽ താഴെയാണെങ്കിൽ മാത്രമേ എന്താണെന്ന് പറയാൻ പറ്റൂ, ദാരിദ്ര്യമാണ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഒരു മിനിമം ഒരു ഡിസൈറബിൾ ഒരു ഏരിയാസിൽ അല്ലെങ്കിൽ റൂറൽ ഏരിയാസിൽ അല്ലെങ്കിൽ അർബൻ ഏരിയാസിൽ ഇത്ര ആൾക്കാർക്ക് ഈ ഏരിയാസിലുള്ളവർ ഇത്ര കലോറി കഴിക്കണം. സോ അതിൽ താഴെയാണെങ്കിലാണ് അവർ മാൽനറിഷ്ഡ് എന്ന് പറയുന്നത്. സോ അതുപോലെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് നമ്മൾ വെച്ചിരിക്കണം. സോ അതിനെ നമ്മൾ പോവർട്ടി ലൈൻ എന്ന് പറയുന്നത്. ഇൻ ഇന്ത്യ ദ പോവർട്ടി ലൈൻ ഈസ് ഡ്രോൺ ഓൺ ദ ബേസിസ് of a per capita adult daily intake of 2400 calories for the rural and 2100 calories for the urban area. So ഇന്ത്യയിൽ ദാരിദ്ര്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് പ്ലാനിംഗ് കമ്മീഷൻ അല്ലെങ്കിൽ നീതി ആയോഗ് എന്ന് പറയും. സോ ഇതിൻ്റെ ബേസിസിൽ പ്ലാനിംഗ് കമ്മീഷൻ്റെ അടിസ്ഥാനത്തിൽ റൂറൽ ഏരിയാസിൽ ഉള്ള ആൾക്കാർ ഒരു ദിവസം കഴിക്കേണ്ട അല്ലെങ്കിൽ ഒരു ദിവസത്തെ കാലോറി എന്ന് പറയുന്നത് 2400 കലോറീസുമാണ് റൂറൽ ഏരിയാസിൽ, 2100 കാലറീസാണ് അർബൻ ഏരിയാസിലും. സോ ഇതാണ് ഒരു ന്യൂട്രീഷണൽ അല്ലെങ്കിൽ ഒരു ഡെയിലി ഇൻടേക്ക് ഓഫ് കാലറീസ് എന്ന് പറയുന്ന റൂറൽ ആൻഡ് അർബൻ ഏരിയ. ഇത് പ്ലാനിംഗ് കമ്മീഷൻ അനുസരിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, അത് ഓർത്ത് വെച്ചിരിക്കുക.
2400 ആണ് റൂറൽ ഏരിയാസിലുള്ള കാലറി ഇൻടേക്ക് എന്ന് പറയുന്നത്. 2100 ആണ് അർബൻ ഏരിയാസിൽ. ഇനി പുതിയ പോവർട്ടി ലൈനുണ്ട്. ഇനി എത്ര രൂപയിൽ ഒരു ദിവസം കിട്ടാത്തവരെയാണ് പോവർട്ടി ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ എന്ന് പറയുന്നത്. 32 ഫോർ റൂറൽ ഇന്ത്യ. 32 രൂപയിൽ കുറവാണ് വരുമാനമെങ്കിൽ റൂറൽ ഏരിയാസിൽ 32 രൂപയും അർബൻ ഏരിയാസിലാണെങ്കിൽ 47 രൂപയും. സോ അവിടെ എന്തുകൊണ്ടാണ് വ്യത്യാസം വരുന്നതെന്ന് വെച്ചാൽ രണ്ടിടത്തെയും എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറെൻ്റ് ആണല്ലേ. സോ അതുകൊണ്ടാണ് ഈ റൂറൽ ഏരിയാസിൽ 32 റുപ്പീസിൽ താഴെയാണ് വരുമാനമെങ്കിൽ അവർ പോവർട്ടി ലൈൻ, നമ്മൾ BPL APL എന്നൊക്കെ പറയാറില്ലേ, എബോ പോവർട്ടി ലൈൻ, ബിലോ പോവർട്ടി ലൈൻ എന്നൊക്കെ. സോ അങ്ങനെ. സോ അതിന് 32 ആണ് റൂറൽ, 47 റുപ്പീസാണ് അർബൻ ഏരിയാസിൽ. പോവർട്ടി ലൈൻ. The expert committee set up by the Planning Commission last year under C. Rangarajan, former chairperson of Prime Minister Economic Advisory, has defined the poverty line. സോ ഇത് നമ്മൾ ലാസ്റ്റ് സെൻസസ് നടന്ന സമയത്താണ്, 2011. സോ ആ സമയത്തുള്ള പോവർട്ടി ലൈൻ, ദാരിദ്ര്യ രേഖയെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൽ 32 റൂറൽ ഏരിയാസ് റുപ്പീസും 47 റുപ്പീസാണ് അർബൻ ഏരിയാസിൽ എന്നാണ് പറയുന്നത്. 2011-12 സെൻസസ് പ്രകാരമാണ്. ഇനി അടുത്ത മെഷർമെൻറ്റ് ഓഫ് പോവർട്ടി. നമുക്കിനി എങ്ങനെയാണ് നമ്മൾ ഈ ദാരിദ്ര്യ രേഖ എങ്ങനെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ഇമ്പോർട്ടൻറ്റ് മെഷർമെൻറ്റ്സ് ആർ മാൽന്യൂട്രീഷൻ. സോ മാൽന്യൂട്രീഷൻ, ഒരു ദിവസം അവർക്ക് കഴിക്കാനുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നുണ്ടോ. സോ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ബിലോ ലിമിറ്റ് ഓഫ് 2100 to 2400 കാലറീസ്. സോ അത് നമുക്കറിയാമല്ലേ. റൂറൽ ഏരിയാസ് ആണെങ്കിൽ 2004-ഉം അർബൻ ആണെങ്കിൽ 2100-ഉമാണ് മാൽന്യൂട്രീഷൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി ലോ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, അതായത് ബിലോ ₹259 പെർ പേഴ്സൺ പെർ മന്ത് അറ്റ് 1993 പറയുന്നത്. 259 രൂപയിൽ താഴെയാണെങ്കിൽ അവർ ലോ ഇൻകം. So chronic illness or poor health, so illiteracy, unemployment, underemployment, so unsanitary housing conditions. So ഇതെല്ലാം പോവർട്ടിയുടെ മെഷർമെൻറ്റിന് യൂസ് ചെയ്യുന്നതാണ്. ദാരിദ്ര്യ രേഖയുടെ അളവിന് ഇതെല്ലാം മെഷർമെൻറ്റ് ചെയ്യുന്നതാണ്. അൺസാനിറ്ററി ഹൗസിംഗ് കണ്ടീഷൻ വരും. ബ്രോഡ്ലി ലോ നാഷണൽ ഇൻകം, ലോ പെർ ക്യാപിറ്റ ഇൻകം, ഹൈ ഡിസ്പാരിറ്റി ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, വീക്ക് ഡിഫൻസ് ആൻഡ് ദ ലൈക്ക്. ഇനി കോസസ് ഓഫ് പോവർട്ടി. ഇൻഡിവിജ്വൽ ഇൻകപ്പാസിറ്റി. എന്തുകൊണ്ടായിരിക്കും ഈ പോവർട്ടികൾ ഡെവലപ്പ് ചെയ്യുന്നത്? ഇൻഡിവിജ്വൽ ഇൻകപ്പാസിറ്റി, ഓരോ വ്യക്തികൾക്ക് അതിന് ജോലി ചെയ്യാനുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടുള്ള കഴിവില്ലാതെ വരിക. സോ അത് കാരണം പോവർട്ടി, ദാരിദ്ര്യം ഉണ്ടാകാം. അതുപോലെ എക്കണോമിക് ഫാക്ടേഴ്സ് കാരണം വരാം, സോഷ്യൽ ഫാക്ടേഴ്സ് കാരണം പോവർട്ടി വരാം, ഡെമോഗ്രഫിക് ഫാക്ടേഴ്സ് വരാം, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, സോ ബയോളജിക്കൽ ഫാക്ടേഴ്സ്. സോ ഇതെല്ലാം കാരണം പോവർട്ടി ഡെവലപ്പ് ചെയ്യാം. ഇനി കോസസ് ഓഫ് പോവർട്ടി. ഇൻഡിവിജ്വൽ ഇൻകപ്പാസിറ്റി. ഇൻകപ്പാസിറ്റിയിൽ ഫിസിക്കൽ വീക്ക്നെസ്, മെൻ്റൽ ഡിസീസ്, ആക്സിഡൻസ്. സോ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾക്ക് വരുന്ന കാര്യങ്ങൾ കൊണ്ട് എന്ത് വരും? പോവർട്ടി സംഭവിക്കാം. ഈ റൂറൽ പോവർട്ടി വരുന്നതിൻ്റെ അക്കോർഡിംഗ് ടു ദ 2011 സെൻസസ് ഓഫ് ഇന്ത്യ, 68.84 ഓഫ് ഇന്ത്യ, അറൗണ്ട് 83.1 മില്യൺ പീപ്പിൾ ലിവ് ഇൻ 640,088,607 different villages. The incidence of poverty is much higher in villages. So villages അല്ലെങ്കിൽ റൂറൽ ഏരിയാസിലാണ് കൂടുതലും ഈ ഒരു പോവർട്ടി വരാനുള്ള ചാൻസ് കൂടുതൽ. അവിടെ എന്താണെന്ന് വെച്ചാൽ അഗ്രികൾച്ചർ ഇസ് എ സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ് ഫോർ 70% ഓഫ് പോപ്പുലേഷൻ, ബട്ട് അഗ്രികൾച്ചർ അക്കൗണ്ട് ഫോർ ലെസ് ദാൻ 20% ഓഫ് ദ നാഷണൽ ഇൻകം. സോ വില്ലേജുകളിൽ മെയിനായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് അഗ്രികൾച്ചർ ആയിരിക്കും. സോ ഈ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് 70% ആൾക്കാരും അഗ്രികൾച്ചർ ആയിരിക്കും അവരുടെ ജീവിത വരുമാനമായിട്ട് എടുക്കുന്നത്. പക്ഷേ നാഷണൽ ഇൻകം കൂട്ടുമ്പോൾ അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് വെറും 20% മാത്രമായിരിക്കും. വൺ ഓഫ് ദ റീസൺ ഫോർ ദിസ് ഈസ് ദ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ലാൻഡ്. സോ അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ് കാരണം എല്ലാവർക്കും ഒരുപോലെ കിട്ടാതെ വരിക. സോ അങ്ങനെയൊക്കെ വരുന്നതാണ് ഈ ദാരിദ്ര്യം വില്ലേജ് ഏരിയാസിൽ വരുന്നത്. എനി അജണ്ട ഫോർ ഫൈറ്റിംഗ് പോവർട്ടി മസ്റ്റ് അഡ്രസ് ഇറ്റ്സെൽഫ് ടു ദ റൂറൽ സെക്ടർ.
സോ നമുക്ക് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് പോവർട്ടിയെക്കുറിച്ച് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇനി പോവർട്ടി അലിവേഷൻ പ്രോഗ്രാം, ഇത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ആവശ്യമായിട്ടുള്ള കുറേ പ്രോഗ്രാമുകളുണ്ട്. സോ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് നമുക്ക് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടും ദാരിദ്ര്യത്തിൻ്റെ നിർമ്മാർജ്ജനം ചെയ്യാം. സോ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേയൊക്കെ നമ്മൾ അൺഎംപ്ലോയ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, MGNREGA, NREGA ഒക്കെ. സോ അതിൽ നമ്മൾ ബാക്കി പറയാത്ത കുറച്ച് പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് ആണ് പറയുന്നത്. ഇതിലൊന്നാണ് നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം എന്ന് പറയും, അതായത് NOAPS. ഈ ഒരു സ്കീം ഡെവലപ്പ് ചെയ്തത് 15th August 1995 ഇത് നിലവിൽ വന്നത്. നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം. ദിസ് സ്കീം പ്രൊവൈഡ് പെൻഷൻ ടു ഓൾ ഓൾഡ് പീപ്പിൾ ഹൂ വെയർ എബോവ് ദ ഏജ് ഓഫ് 65, now 60. So who could not fund themselves and did not have any means of subsistence. സോ ഈ സ്കീംസ് എന്ന് പറയുന്നത് ഓൾഡ് പീപ്പിൾ ആയിട്ടുള്ള, അന്ന് 65 വയസ്സായിരുന്നു, ഇന്ന് പക്ഷേ 60 വയസ്സ് കഴിഞ്ഞവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ഈ ഒരു പെൻഷൻ സ്കീം കൊടുക്കുന്നുണ്ട്. ഹൂ കുഡ് നോട്ട് ഫണ്ട് ദംസെൽസ് ആൻഡ് ഡിഡ് നോട്ട് ഹാവ് എനി മീൻസ് ഓഫ് സബ്സിസ്റ്റൻസ്. അവർക്ക് ആവശ്യമായിട്ടുള്ള ബേസിക് നീഡ്സ് ചെയ്യാൻ ഫണ്ട് ഇല്ലാത്തവർക്ക് കൊടുക്കുന്ന ഒരു സ്കീമാണ് നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം എന്ന് പറയുന്നത്. ദ പെൻഷൻ ദാറ്റ് വാസ് ഗിവൻ വാസ് 200 a month. നൗ ഇറ്റ് ഈസ് 2000 per month. ദ പെൻഷൻ ഈസ് ഗിവൻ ബൈ സെൻട്രൽ ഗവൺമെൻറ്. ഇതൊരു സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു പെൻഷനാണ് നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം എന്ന്, 60 വയസ്സിന് മുകളിലുള്ളവർക്ക്. സോ ആദ്യം തുടങ്ങിയ കാലഘട്ടങ്ങളിൽ 200 രൂപയായിരുന്നു, പക്ഷേ ഇപ്പം 2000 രൂപ വെച്ചാണ് മന്ത്ലി കൊടുക്കുന്നത്. ദ ജോബ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി സ്കീം ഇൻ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഈസ് ഗിവൺ ടു പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റി. സോ ഈ ഒരു പെൻഷൻ കൊടുക്കുക എന്ന് പറയുന്നത് സ്റ്റേറ്റും യൂണിയനും അത് അവരുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റീസ് വഴിയാണ് ഈ പെൻഷൻ സ്കീം പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റേറ്റ് കോൺട്രിബ്യൂഷൻ മേ വേരി ഡിപ്പെൻഡിങ് ഓൺ ദ state. The amount of old age pension is 200 per month for applicant aged 60 to 79. So ഇപ്പോൾ ഇത് 2000 ആണ്. സോ ഇനി അടുത്ത നാഷണൽ ഫാമിലി ബെനിഫിറ്റ് സ്കീമാണ്. ദിസ് സ്കീം വാസ് സ്റ്റാർട്ടഡ് ഇൻ ഓഗസ്റ്റ് 1995. സോ ഓഗസ്റ്റ് 1995 ഒരു സ്കീമാണ് നാഷണൽ ഫാമിലി ബെനിഫിറ്റ് സ്കീം. ദിസ് സ്കീം ഈസ് സ്പോൺസർഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ്. സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കീമാണ് നാഷണൽ ഫാമിലി ബെനിഫിറ്റ്. ഇറ്റ് വാസ് ട്രാൻസ്ഫർ ടു ദ സ്റ്റേറ്റ് സെക്ടർ സ്കീം ആഫ്റ്റർ 2002 to 2003. It is under the Community and Rural Development. This scheme provides a sum of 20,000 to a person of a family who becomes the head of the family after the death ഓഫ് ഇറ്റ്സ് പ്രൈമറി ബ്രെഡ് വിന്നർ. സോ ഇതെന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിലെ ജോലി നോക്കിയിരുന്ന അല്ലെങ്കിൽ ബ്രെഡ് വിന്നറായിട്ടുള്ള ആ കുടുംബം നോക്കിക്കൊണ്ടിരുന്ന ആൾ മരിച്ചു പോയാൽ ആ ഫാമിലിക്ക് കൊടുക്കുന്ന ഒരു ക്യാഷായിട്ട് കൊടുക്കുന്നതാണ് ഈ ഒരു സ്കീമിലൂടെ നാഷണൽ ഫാമിലി ബെനിഫിറ്റ് സ്കീം എന്ന് പറയുന്നത്. ദ ബ്രെഡ് വിന്നർ എന്ന് പറഞ്ഞാൽ ജോലി ഈസ് ഡിഫൈൻഡ് ആസ് എ പേഴ്സൺ എബവ് 80 ഹൂ ഏൺസ് ദ മോസ്റ്റ് ഫോർ ദ ഫാമിലി ആൻഡ് ഹൂസ് ഏണിംഗ് ദ ഫാമിലി സർവൈവേഴ്സ്. സോ ഇവിടെ ബ്രെഡ് വിന്നർ എന്ന് പറയുന്നത് 18 വയസ്സിൽ കൂടുതലുള്ള ആ ഫാമിലിയിൽ ഏൺ ചെയ്യുന്ന വ്യക്തി, അയാൾക്ക് കൊടുക്കുന്ന ബെനിഫിറ്റാണ് ഈ ഒരു നാഷണൽ ഫാമിലി ബെനിഫിറ്റ് സ്കീം എന്ന് പറയുന്നത്. അടുത്ത എംപ്ലോയ്മെൻറ്റ് അഷുറൻസ് സ്കീമാണ്. ഈ AS 1993 വന്നത്. ടു പ്രൊവൈഡ് അഷ്വേർഡ് ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റ് ഡ്യൂറിങ് ദ ലീൻ അഗ്രികൾച്ചർ സീസൺസ് ഓഫ് 100 days ഓഫ് അൺസ്കിൽഡ് മാനുവൽ വർക്ക് ടു ദ റൂറൽ പുവർ who are in need of employment and seeking it. സോ എംപ്ലോയ്മെൻറ്റ് അഷുറൻസ് സ്കീം എന്ന് പറയുന്നത് 1993 വന്നു. ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചത്, ഈ അഗ്രികൾച്ചറിലെ എല്ലാ നമുക്കറിയാം സീസണൽ അൺഎംപ്ലോയ്മെൻ്റ് ആണ് ഈ അഗ്രികൾച്ചർ ഫീൽഡിൽ. സോ അപ്പം അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന ഒരു എംപ്ലോയ്മെൻ്റ് ആണ്, അതായത് അൺസ്കിൽഡ് ആയിട്ടുള്ള, സ്കിൽഡ് അല്ലാത്ത ആനുവൽ ജോലി 100 ദിവസത്തെ 100 ദിവസം ഉറപ്പായിട്ടുമുള്ള ജോലി പ്രൊവൈഡ് ചെയ്തു. അതുവഴി അവർക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്താം. ടു ക്രിയേറ്റ് എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കമ്മ്യൂണിറ്റി അസറ്റ് ഫോർ സസ്റ്റൈൻഡ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്. സോ ഇതുവഴി എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ മാറ്റാം, അതുപോലെ കമ്മ്യൂണിറ്റി അസറ്റ്സും നല്ലൊരു ഡെവലപ്മെൻറ്റിന് വേണ്ടി ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ എംപ്ലോയ്മെൻറ്റ് അഷുറൻസ് സ്കീമിൻ്റെ ബെനിഫിഷ്യറീസ് ഇത് ആർക്കൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചാൽ 18 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവർക്ക് മാത്രം കിട്ടുന്ന ഒരു സ്കീമാണ്, അല്ലെങ്കിൽ ബെനിഫിറ്റ് ആകുന്ന ഒരു സ്കീമാണ് എംപ്ലോയ്മെൻറ്റ് അഷുറൻസ് സ്കീം എന്ന് പറയുന്നത്. 18 വയസ്സിൽ താഴെയുള്ളവർക്കും കിട്ടില്ല, 60 വയസ്സിൽ മുകളിലുള്ളവർക്ക് ഈ സ്കീം കിട്ടില്ല.
ഇനി അടുത്ത അന്ത്യോദയ പ്രോഗ്രാമാണ്. അന്ത്യോദയ മീൻസ് ഡെവലപ്മെൻറ്റ്. ഉദയം എന്ന് പറയുന്നത് ഡെവലപ്മെൻ്റ് ആണ്. ഡെവലപ്മെൻറ്റ് ഓഫ് ദ പീപ്പിൾ അറ്റ് ദ ബോട്ടം ലെവൽ. സോ അതിൽ ആൻഡ് എന്ന് പറയുന്നത് അന്ത്യോദയയിലെ ആൻഡ് എന്ന് പറയുന്നത് പുവറസ്റ്റ് ഓഫ് ദ പുവർ, ഏറ്റവും ദാരിദ്ര്യത്തിലുള്ള ആൾക്കാർ. സോ അവർ ബോട്ടം ലെവലിൽ നിന്ന് അവരുടെ ഡെവലപ്മെൻറ്റ്, സോ അവരുടെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പുവറസ്റ്റ് ഓഫ് പുവർ, ഏറ്റവും ദാരിദ്ര്യം ഉള്ളവരെ അവരുടെ ഡെവലപ്മെൻറ്റിന് കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് അന്ത്യോദയ പ്രോഗ്രാം എന്ന് പറയുന്നത്. ദിസ് പ്രോഗ്രാം വാസ് ഇനിഷ്യേറ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് രാജസ്ഥാൻ ഓൺ October 2, 1977. സോ October 2 രാജസ്ഥാൻ ഗവൺമെൻറ് ഇനിഷ്യേറ്റ് ചെയ്തൊരു പ്രോഗ്രാമാണ് അന്ത്യോദയ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഫോർ സ്പെഷ്യൽ അസിസ്റ്റൻറ്റ് ടു ദ പീപ്പിൾ ബിലോ ദ പോവർട്ടി ലൈൻ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സ്പെഷ്യൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണ് അന്ത്യോദയ പ്രോഗ്രാം എന്ന് പറയുന്നത്. ദ ഐഡിയ വാസ് ടു സെലക്ട് 5 ഓഫ് ദ പുവറസ്റ്റ് ഫാമിലി ഫ്രം ഈച്ച് വില്ലേജ് എവറി ഇയർ ആൻഡ് ടു ഹെൽപ്പ് ദം ഇൻ ദെയർ എക്കണോമിക് ബെറ്റർമെൻറ്റ്. അണ്ടർ ദിസ് സ്കീം ഹെൽപ്പ് വാസ് ഗിവൺ ഇൻ ദ ഫോം ഓഫ് അലോട്ടിംഗ് ലാൻഡ് ഫോർ കൾട്ടിവേഷൻ, മന്ത്ലി പെൻഷൻ, ബാങ്ക് ലോൺ ഓർ ഹെൽപ്പ് ഇൻ ഗെറ്റിംഗ് എംപ്ലോയ്മെൻറ്റ്. സോ ഇതിൽ ഓരോ വില്ലേജിൽ നിന്നും 5 ഏറ്റവും പാവപ്പെട്ട 5 ഫാമിലീസിനെ തിരഞ്ഞെടുത്തിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം കൊടുക്കുക, അതുപോലെ മന്ത്ലി അവർക്ക് ഇത്ര തുക പെൻഷൻ കൊടുക്കുക, അതുപോലെ ചെറിയ വായ്പകൾ കൊടുക്കുക, അല്ലെങ്കിൽ ജോലി കിട്ടാനുള്ള സഹായങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എംപ്ലോയ്മെൻറ്റ് അഷുറൻസ് സ്കീംസ് വഴി അവർക്ക് ജോലി പ്രൊവൈഡ് ചെയ്യുക. സോ ഇങ്ങനെയൊക്കെ ചെയ്ത് റൂറലിലെ പുവർ പീപ്പിൾസിന് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ വേണ്ടി വന്ന പ്രോഗ്രാമാണ് അന്ത്യോദയ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി ഗരീബി ഹട്ടാവോ ആൻഡ് ബേക്കാരി ഹട്ടാവോ പ്രോഗ്രാം. സോ ഇതെന്ന് ഗരീബി ഹട്ടാവോ എന്ന് പറയുന്ന സ്ലോഗൻ, അത് ഇന്ദിരാഗാന്ധിയുടെ സ്ലോഗനാണ്. മാർച്ച് 1971 ടൈം ഓഫ് നാഷണൽ ഇലക്ഷൻ്റെ സമയത്ത് കൊണ്ടുവന്ന ഒരു ഗരീബി ഹട്ടാവോ എന്ന് പറഞ്ഞ ദാരിദ്ര്യത്തിന് നിർമ്മാർജ്ജനം ചെയ്യുക എന്ന് പറയുന്ന രീതിയിലുള്ളൊരു സ്ലോഗനാണ്. സോ ഈ സ്ലോഗൻ കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധിയാണ്. സോ അത് ഓർത്തു വെച്ചിരിക്കുക. ബേക്കരി ഹട്ടാവോ സ്ലോഗൻ വാസ് ഗിവൺ ബൈ ദ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അറ്റ് ഇറ്റ്സ് ആനുവൽ സെഷൻ ഇൻ April 1998. കോൺഗ്രസ് കമ്മിറ്റിയുടെ ആനുവൽ സെഷനിൽ വന്ന മുദ്രാവാക്യമാണ് ഈ ബേക്കാരി ഹട്ടാവോ എന്ന് പറയുന്നത്. സോ ഈ 2 സ്ലോഗൻസും ഇതിൽ ഗരീബി ഹട്ടാവോ ആരുടെ സ്ലോഗനാണെന്ന് ചോദിച്ചാൽ അത് ഓർത്ത് വെച്ചിരിക്കുക, ഇന്ദിരാഗാന്ധിയുടെ ആണ്. അടുത്ത സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പാണ്. ഓൾ ഫോർ ഓൾ, എല്ലാവരും ഇസ് ദ ബേസിക് കോൺസെപ്റ്റ്സ്. മെയിൻലി കൺസേൺഡ് വിത്ത് പുവർ. സോ പുവർ പാവപ്പെട്ടവരിൽ തന്നെ വീക്കർ സെക്ഷൻ സ്ത്രീകളിൽ തന്നെ വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ള വിമൻസിന് കൊടുക്കുന്ന ഒരു സ്കീമാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ഇത് നമ്മൾ മൈക്രോ ലെവൽ സ്ത്രീകൾക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള സെൽഫ് കോൺഫിഡൻസ്, അതുപോലെ സെൽഫ് സെക്യൂരിറ്റി, സെൽഫ് റിലയൻസ്, സ്വന്തമായിട്ട് അവർക്ക് നിൽക്കാനുള്ള കാര്യങ്ങൾ, അതിൽ സോഷ്യൽ ഡിഫെൻസും അങ്ങനെ പല കാര്യങ്ങളിലൂടെ അവർക്ക് സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യാൻ പറ്റുന്നത്. കുടുംബശ്രീയൊക്കെ ഈ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൽ വരുന്നതാണ്. It encourages the women volunteers to organize themselves and group for eradication of poverty of its members. കുടുംബത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായിട്ട് ഇവരെ എൻകറേജ് ചെയ്ത് അവരെ കൊണ്ട് പല കാര്യങ്ങളിലൂടെയും സമ്പാദിപ്പിക്കുക. Eligible women can apply for loan to start income generating activities like dairy farming, agriculture, sericulture, poultry, goat and sheep rearing. സോ ഈ ചെയ്യാനുള്ള കഴിവുള്ള അല്ലെങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ചെറിയ ലോണുകൾ കൊടുത്ത് അവരെ കൊണ്ട് പുതിയ വെഞ്ചേഴ്സ്, കുടുംബശ്രീയിലൂടെ പല സോപ്പ് മേക്കിംഗ്, അങ്ങനെ പല കാര്യങ്ങൾ, അതുപോലെ ഒരു കൃഷി ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡയറി ആടിനെയും പശുവിനെയൊക്കെ വളർത്തുക. സോ അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെറിയ അസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി അതുവഴി നമുക്ക് ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാം. സോ അടുത്തതാണ് അന്നപൂർണ. This scheme was started by government in 1990 to 2000 to provide food to senior citizens who cannot take care of themselves and not under the National Old Age Pension Scheme and who have no one to take care of them in their village. So അന്നപൂർണ എന്ന് പറയുന്നത് ഒരു സീനിയർ സിറ്റിസൺസ് തന്നെ കാര്യങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റാതെ വരുന്ന ഈ നമ്മൾ നേരത്തെ പറഞ്ഞ NOAPS ഓൾഡ് ഏജ് പെൻഷൻ സ്കീം കിട്ടാത്തവർക്ക് കൊടുക്കുന്നതാണ്. ഫുഡ് അരിയായിട്ട് 10 കിലോ അരി കൊടുക്കുന്നു. ഒരു മാസം 10 കിലോ അരി അവർക്ക് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ദിസ് സ്കീം വുഡ് പ്രൊവൈഡ് 10 kg ഓഫ് ഫ്രീ ഫുഡ് ഗ്രെയിൻസ് എ മന്ത് ഫോർ ദ എലിജിബിൾ സീനിയർ സിറ്റിസൺ. ദ അലോക്കേഷൻ ഫോർ ദിസ് സ്കീം ഇൻ 2000 to 2001 was 100 crore.
ദ മോസ്റ്റ്ലി ടാർഗറ്റ് ഗ്രൂപ്പ് ഓഫ് പൂറസ്റ്റ് ഓഫ് ദ പുവർ ആൻഡ് ഇൻഡിജൻറ്റ് സീനിയർ സിറ്റിസൺ. സോ ഇതിൽ മെയിനായിട്ട് അന്നപൂർണ്ണയിൽ ഏറ്റവും വീക്കർ BPL സെക്ഷനിലുള്ളവർക്കും അതുപോലെ ഇൻഡിജൻറ്റ് സ്വന്തമായിട്ട് ജോലി ചെയ്ത് കഴിയാൻ പറ്റാതെ അല്ലെങ്കിൽ പെൻഷൻ കിട്ടാത്തവർക്കും എന്താണ് ഈ ഒരു അന്നപൂർണ്ണ സ്കീം വഴിയുള്ള അരി കിട്ടും. ഈ പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജന. ആവാസ് എന്നൊക്കെ ഓർക്കുക, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിൻ്റെ പ്രത്യേകത. ദിസ് സ്കീം എയിംഡ് അറ്റ് ക്രിയേറ്റിംഗ് ഹൗസിംഗ് ഫോർ എവരി വൺ. ഇറ്റ് വാസ് ഇനിഷ്യേറ്റഡ് ഇൻ 1985. സോ 85ലാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഇനിഷ്യേറ്റ് ചെയ്തത്. ഇറ്റ് എയിംഡ് അറ്റ് ക്രിയേറ്റിംഗ്, ആ ഒരു സമയത്ത് 20 ലക്ഷം വീട് ഹൗസിംഗ് യൂണിറ്റ് ആയിരുന്നു. അതിൽ 13 ലാക്ക് പേർ ഇൻ റൂറൽ, 20 എണ്ണത്തിൽ 13 റൂറൽ ഏരിയാസിലായിരുന്നു. ദിസ് സ്കീം ഓൾസോ വുഡ് ഗീവ് ഔട്ട് ലോൺസ് ടു പീപ്പിൾ അറ്റ് സബ്സിഡൈസ് റേറ്റ്സ് ടു മേക്സ് ഹോം. സോ അതുപോലെ സബ്സിഡറേഷൻ കൊടുത്ത് അല്ലെങ്കിൽ വില കുറച്ചുകൊണ്ട് അവർക്ക് ലോൺസ് കൊടുക്കുന്നു. സോ ഇപ്പോഴും കിട്ടാറുണ്ടല്ലേ. സോ 6 lakh rupees വരെ ഈ ഒരു സ്കീം പ്രകാരം കിട്ടാറുണ്ട്. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ 1999-2000. സോ നമ്മൾ ജസ്റ്റ് ഒരു എസ്റ്റിമേഷനാണ് ഇട്ടിരിക്കുന്നത്. സോ അപ്പോൾ പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജന എന്ന് പറയുന്നത് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക അല്ലെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ലോൺ പ്രൊവൈഡ് ചെയ്യുക. സബ്സിഡറി ലെവലിലുള്ള സബ്സിഡറി റേറ്റ് കുറച്ച്, പലിശയുടെ ഇൻട്രസ്റ്റ് കുറച്ചുകൊണ്ടുള്ള സ്കീമാണ് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്നത്. ഇനി അടുത്ത ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, അതായത് IRDP എന്ന് പറയും, ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ദിസ് പ്രോഗ്രാം വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ 1978-79. 78-79 കാലഘട്ടങ്ങളിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സം സെലക്റ്റഡ് ഏരിയാസ് ബട്ട് കവേർഡ് ഓൾ ദ ഏരിയാസ് ബൈ നവംബർ. പക്ഷേ ഇത് ഇനിഷ്യേറ്റ് ചെയ്തത് 79-ലാണെങ്കിലും ഇത് മൊത്തത്തിൽ എല്ലായിടത്തും കവർ ചെയ്ത് വന്ന 98-ലാണ്. സോ അതുകൊണ്ട് തന്നെ 98-ലാണ് ഈ ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്ത സമയത്ത് 5-year പ്ലാൻ 1980 എന്ന് പറയുന്നത് 6th 5-year പ്ലാൻ്റെ കാലഘട്ടമാണ് ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. സോ അത് ഓർത്ത് വെച്ചിരിക്കുക, 6th 5-year പ്ലാനിലാണ് ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന പ്രോഗ്രാം. സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് റൂറൽ ഡെവലപ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഉള്ളതാണ്. ഇത് 6th 5-year പ്ലാനിലാണ് ഈ ഒരു കാര്യം വന്നത്. ഇത് അസറ്റ് വർത്ത് 47 billion rupees were distributed to about 60.6 million poor families. സോ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾക്കാർക്ക് അവരെ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി വന്ന പ്രോഗ്രാമാണ് ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയുടെ പോവർട്ടി ഇൻഡെക്സ് 2023 പോവർട്ടി ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ 125 കൺട്രീസിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 111ാമതാണ്. പോപ്പുലേഷൻ ഇൻഡെക്സ് എടുത്തു നോക്കിയാൽ അത് ഫസ്റ്റാണ്. ഇന്ത്യ ഇപ്പം ചൈനയെ തോൽപ്പിച്ച് 2023 ഫസ്റ്റ് പൊസിഷനിലെത്തിയിട്ടുണ്ട്. ഇനി NREGA-യെക്കുറിച്ച്, തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഓൾറെഡി പ്രീവിയസ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് വിട്ടുപോയ കാര്യങ്ങളാണ്. NREGA 2005 സെപ്റ്റംബർ, NREGA 2005 സെപ്റ്റംബറിലാണ് വന്നത് APJ. പക്ഷെ അത് നിലവിൽ വന്നത് 2006 ഫെബ്രുവരി 2-ലാണ് APJ ആണിത് ചെയ്തത്. ഇനി ഇനോഗ്രേഷൻ നടത്തിയത് മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയുമാണ്. ഇനി ഏത് വില്ലേജിലാണിത് ഇനിഷ്യേറ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ ബന്ദിലപ്പള്ളി, ആന്ധ്രാപ്രദേശിൽ ബന്ദിലപ്പള്ളിയിലാണ് NREGA വന്നത്. ഇനി ഏത് പഞ്ചവത്സര പദ്ധതിയാണെന്ന് ചോദിച്ചാൽ 10th 5-year പ്ലാനാണ്. ഇനി ആദ്യമായിട്ട് ഇനിഷ്യലി അതിന് 200 വില്ലേജസിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് NREGA എന്ന് പറയുന്നത്. കേരളത്തിൽ അത് പാലക്കാടും വയനാടും ആയിരുന്നു. ഇനി ഇതിനെ മഹാത്മാഗാന്ധി പ്രോഗ്രാം എന്ന് റീനെയിം ചെയ്തത് 2009 ഒക്ടോബർ 2-ലാണ്. ഇനി അർബൻ ഏരിയാസിൽ മഹാത്മാഗാന്ധി എന്നല്ല, അത് അയ്യങ്കാളി എന്നാണ് പറയുന്നത്. സോ ഇത് അവിടെ 2010 ഓഗസ്റ്റ് 28 തൊട്ടാണ് അയ്യങ്കാളി എന്നുള്ള രീതിയിലോട്ട് വന്നത് പേര്. ഇപ്പം എന്താണ് ഈ MGNREGA-യുടെ വേതനം ഒരുപാട് റിവൈസ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ ഹയസ്റ്റ് വേജ് റേറ്റ് കൊടുക്കുന്നത് ഹരിയാന സ്റ്റേറ്റിലാണ്. ഇനി കേരളത്തിൻ്റെ വേജ് റേറ്റ് 333 അതിപ്പോൾ 346 രൂപയിലോട്ട് മാറിയിട്ടുണ്ട്. 13 രൂപ കൂടിയിട്ടുണ്ട് ഈ ഒരു ഇതിൽ. സോ ഇത് നോർമൽ LDCക്കൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ എത്ര രൂപ കൂടി കറണ്ട് അഫെയർസൊക്കെ. ജസ്റ്റ് നമ്മളിത് പറഞ്ഞത് കൊണ്ട് ഓർത്ത് വെച്ചിരിക്കുക. 13 രൂപയാണ് ഇപ്പോൾ കൂടിയിരിക്കുന്നത്, ഇപ്പോൾ 346 രൂപയാണ്. നെക്സ്റ്റ് ടോപ്പിക് കൺസ്യൂമറിസം. സോ കൺസ്യൂമറിസം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇതിൽ നമുക്ക് കൂടുതലും
എക്കണോമിക്സ് പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് എന്താണ് ഒരു കൺസ്യൂമറിസം, ഇനി അത് എന്തൊക്കെ കൊണ്ടുവരാം, പിന്നെ റൂറൽ അർബൻ ഡിസ്പാരിറ്റീസ് എന്താണ്. സോ ഇൻ മോഡേൺ ടൈംസ് ദ ടേം കൺസ്യൂമറിസം ഹാസ് ബീൻ അസോസിയേറ്റഡ് വിത്ത് എ പ്രീ ഓക്കുപ്പേഷൻ വിത്ത് അക്യൂസേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് കമ്മോഡിറ്റീസ്. ട്രഡീഷണലി ഇറ്റ് ഹാസ് ബീൻ യൂസ്ഡ് വിത്ത് നെഗറ്റീവ് കനോട്ടേഷൻ ആസ് എ പ്രോബ്ലം ദാറ്റ് ഇൻഡിക്കേറ്റ്സ് എ ലാക്ക് ഓഫ് ഡിസ്ക്രിഷൻ എമംഗ് ബയേഴ്സ് ആൻഡ് കൺസ്യൂമേഴ്സ് റിഗാർഡിംഗ് വാട്ട് ഗുഡ്സ് ടു ബൈ ആൻഡ് വാട്ട് ടു ബൈ ദം ഇൻ ആൻ ഇൻക്രീസിംഗ്ലി കൊമേഴ്ഷ്യലൈസ്ഡ് എൻവയോൺമെൻറ്റ്. കൺസ്യൂമറിസം എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ ഒരു സാധനം നമ്മൾ വാങ്ങിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം നമ്മൾ ഓക്കുപ്പൈ ചെയ്യുന്നതിനാണ് പറയുന്നത്. പക്ഷേ ഇപ്പം അതെന്താ, ഇതൊരു കൂടുതൽ അതൊരു പ്രോബ്ലമായിട്ട് എല്ലാം നമ്മൾ കൺസ്യൂമേഴ്സ്, നമുക്കൊന്നും സ്വന്തമായിട്ട് എന്ത് ചെയ്യാനില്ല, നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ഇത് വരുന്നില്ല. എന്ത് കാര്യമാണെങ്കിലും നമ്മൾക്ക് പ്രൊഡക്ഷൻ എന്താണ് കുറവാണ്. നമ്മൾ കൂടുതലും കൺസ്യൂമറിസ്റ്റ് സ്റ്റേറ്റ് ആണല്ലേ, എല്ലാം നമുക്ക് പ്രൊഡക്ഷന് ഇതില്ല, നമ്മൾ പുറത്തുനിന്ന് എല്ലാം ബൈ ചെയ്തുകൊണ്ടിരിക്കുക. സോ ഇത് ഒരു കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്, എന്നാൽ അതിൽ അതേ കണക്ക് തന്നെ ഡീമെറിറ്റ്സും ഉണ്ട് ഈ കൺസ്യൂമറിസം എന്ന് പറയുന്നത്. സോ ഇന്ത്യ ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, കേരള എന്താണ്, നമ്മൾ അരിയാണ് എന്തൊക്കെയാണെങ്കിലും കൂടുതൽ നമ്മൾ പുറത്തു നിന്ന് ചെയ്യും. പക്ഷേ ഇത് എക്കണോമിക്കലി വരുമ്പോഴത്തേക്ക് മറ്റേ നമ്മൾ ഫുഡ് സാധനങ്ങൾ വാങ്ങിക്കുന്നതും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രൊട്ടക്ഷൻ ആക്റ്റുകൾ, സോ അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇനി ഫാക്ടർ റിലേറ്റ് ടു ഗ്രോത്ത് ഓഫ് കൺസ്യൂമറിസവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സാണ് എക്കണോമിക് ഗ്രോത്ത് കാരണം എന്താണ്, നമ്മൾ ഹൈഫൈ ഡെവലപ്മെൻറ്റ് കാരണം പ്രൊഡക്ഷനൊന്നും വയ്യാതെ അവിടെ നമ്മൾ കൺസ്യൂമറിസത്തിലോട്ട് പോയിട്ടുണ്ട്. പിന്നെ അർബനൈസേഷൻ ഒരു റീസണാണ്, ഗ്ലോബലൈസേഷൻ ഒരു റീസണാണ്. സോ അതുപോലെ മീഡിയ ആൻഡ് അഡ്വർടൈസിങ്, സോ എല്ലാം പരസ്യത്തിൽ കണ്ടിട്ടല്ലേ നമ്മളെല്ലാം വാങ്ങിക്കുക. സോ അതുപോലെ ചേഞ്ചിങ് നമ്മുടെ ഡെമോഗ്രഫിക് ചേഞ്ചസ് വന്നത് കാരണം റീറ്റെയിൽസുകാരുടെ റെവല്യൂഷണറി അല്ലെങ്കിൽ അവരുടെ ടെക്നിക്സ്, അവരുടെ ഐഡിയാസൊക്കെ വന്നത് കാരണം നമുക്ക് വേണ്ടെങ്കിൽ പോലും നമ്മൾ കുറേ കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും, വാങ്ങിക്കാൻ തുടങ്ങും. അതുപോലെ സോഷ്യൽ ഇൻഫ്ലുവൻസ്, സൊസൈറ്റിയിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമ്മൾ വാങ്ങിച്ചു തുടങ്ങും. ഗവൺമെൻറ് പോളിസീസ്, ആസ്പിറേഷൻ ഫോർ എ ബെറ്റർ ലൈഫ് സ്റ്റൈൽ. ഈ പ്രോബ്ലം റിലേറ്റഡ് ടു കൺസ്യൂമറിസമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാം. സോ അതുപോലെ റിസോഴ്സ് ഡിപ്ലീഷൻ, നമ്മുടെ റിസോഴ്സുകൾ നശിച്ചു പോകാം. ഡെപ്റ്റ് ആൻഡ് ഫിനാൻഷ്യൽ സ്ട്രെസ്, സോ നമ്മൾ വളരെ അറിയാതെ നമ്മളിങ്ങനെ കാര്യങ്ങളിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്കത് ഫിനാൻഷ്യൽ സ്ട്രെസ് അല്ലെങ്കിൽ കടം ബാധ്യതയിലോട്ട് പോകാം. അതുപോലെ ഇൻഈക്വാലിറ്റി വരാം. ഇനി എറോഷൻ ഓഫ് ട്രഡീഷണൽ വാല്യൂസ്, ഷോർട്ട് ടേം ഫോക്കസ്, ഇതൊക്കെ കൺസ്യൂമറിസമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഇനി റൂറൽ അർബൻ ഡിസ്പാരിറ്റി ഇൻ ഇന്ത്യയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അപ്പോൾ റൂറൽ എന്ന് പറയുന്നത് ഡിക്ഷണറിയിലെ മീനിങ് എന്ന് പറയുന്നത് ദിസ് ആർ ലാർജ് ആൻഡ് ഐസൊലേറ്റഡ് ഏരിയാസ് വിത്ത് ലോ പോപ്പുലേഷൻ ഡെൻസിറ്റി ആൻഡ് മെജോറിറ്റി ഓഫ് പീപ്പിൾ ഡിപ്പെൻഡ്സ് ഓൺ അഗ്രികൾച്ചർ ആസ് എ മെയിൻ ഒക്കുപ്പേഷൻ. സോ ഇതെന്ന് പറയുന്നത് ഐസൊലേറ്റഡ് ഏരിയ, ആളൊഴിഞ്ഞ ഏരിയ ഒരുപാട് കാണും. അവിടെ പോപ്പുലേഷൻ എന്തായിരിക്കും, പോപ്പുലേഷൻ ഡെൻസിറ്റി, ആൾക്കാരുടെ എണ്ണവും കുറവായിരിക്കും. അതിൽ തന്നെ മെജോറിറ്റി ആൾക്കാരും അഗ്രികൾച്ചറിൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. സോ ഇങ്ങനത്തെ ഇതിനെയാണ് നമ്മൾ റൂറൽ ഏരിയാസ് എന്ന് പറയുന്നത്. ഇവിടെ ഏരിയാസ് ലാർജ് ഐസൊലേറ്റഡ് ഏരിയാസാണ്, ഒരുപാട് ഒഴിഞ്ഞ സ്ഥലങ്ങൾ കാണും, പോപ്പുലേഷൻ ഡെൻസിറ്റിയും കുറവായിരിക്കും. അതിലുള്ള ആൾക്കാരിൽ മെജോറിറ്റി എന്തിനായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്, അഗ്രികൾച്ചറിനെ ആയിരിക്കും. ഇനി അർബൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഏരിയ വെർ പീപ്പിൾ ലിവ് ഇൻ ലാർജ് നമ്പേഴ്സ് ആൻഡ് ദ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഈസ് ഹൈ ആൻഡ് ലാർജ് പാർട്ട് ഓഫ് പോപ്പുലേഷൻ എൻഗേജ്ഡ് ഇൻ നോൺ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ്. അർബൻ ഏരിയാസ് എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് തിങ്ങി പാർക്കുന്ന ഏരിയ, ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കൂടുതലായിരിക്കും. ഇതിൽ തന്നെ മെജോറിറ്റി ആൾക്കാരും എന്തായിരിക്കും, അഗ്രികൾച്ചർ അല്ലാത്ത മറ്റു പല ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരായിരിക്കും അർബൻ ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ റൂറൽ അർബൻ ഡിസ്പാരിറ്റി എന്ന് പറഞ്ഞാൽ, ഇത് ഈ റൂറൽ അല്ലെങ്കിൽ അർബൻ ഏരിയാസ് അല്ലെങ്കിൽ ആ ഒരു ലൊക്കാലിറ്റി തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ്, അതിനെയാണ് നമ്മൾ റൂറൽ അർബൻ ഡിസ്പാരിറ്റി എന്ന് പറയാം. ഇനി ഈ ഗ്യാപ്പ് എന്തൊക്കെ കൊണ്ടുവരാം, ബേസിക്കായിട്ട് കിട്ടേണ്ട കാര്യങ്ങൾ കൊണ്ട്, അതായത് ഫുഡ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത് എക്സെട്ര. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വരുന്ന ആ ഡിഫറൻസ് അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ്. സോ റൂറൽ ഏരിയാസിൽ എന്താണ്, നല്ല ഹെൽത്ത് ഫെസിലിറ്റീസ് കാണില്ല, അതുപോലെ നല്ല എഡ്യൂക്കേഷൻ കാണില്ല, അങ്ങനെയുള്ള കാര്യം. അതേസമയം അത് അർബൻ ഏരിയാസിൽ കിട്ടും. സോ അപ്പോൾ അങ്ങനെ വരുന്ന ആ ഒരു ഗ്യാപ്പിനെയാണ് നമ്മൾ റൂറൽ അർബൻ ഡിസ്പാരിറ്റി എന്ന് പറയുന്നത്. റൂറൽ അർബൻ ഡിസ്പാരിറ്റി ഇസ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ റൂറൽ ആൻഡ് അർബൻ areas in getting the basic amenities like food, education, health, etc. to fulfill their desires.
ഇനി ഡിസ്പാരിറ്റീസ് ക്യാൻ ബി ബേസ്ഡ് ഓൺ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇൻഡീസ്. സോ ഇനി എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു വ്യത്യാസം വരുന്നത്, ഡിസ്പാരിറ്റീസ് വരുന്നത് എന്തുകൊണ്ടായിരിക്കാം? പോപ്പുലേഷനിലുള്ള ഡിഫറൻസ്, അതുപോലെ വരുമാനം, ഗ്രാമങ്ങളിൽ കിട്ടുന്ന വരുമാനമായിരിക്കത്തില്ല അർബൻ ഏരിയാസിൽ കിട്ടുന്ന. സോ അതുകൊണ്ട് എന്ത് പറ്റാം, അവിടെ വ്യത്യാസങ്ങൾ വരാം. അതുപോലെ എംപ്ലോയ്മെൻറ്റ്, അൺഎംപ്ലോയ്മെൻറ്റ്, ഗ്രാമങ്ങളിൽ കൂടുതലും അഗ്രികൾച്ചറാണ്. സോ അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. സോ എഡ്യൂക്കേഷന് അല്ലെങ്കിൽ ലിറ്ററസി, ഗ്രാമങ്ങളിൽ എഡ്യൂക്കേഷൻ കുറവായിരിക്കും അല്ലേ. സോ അതേസമയം അർബൻ ഏരിയാസിൽ വരുമ്പോൾ കുറച്ചുകൂടെ ഫെസിലിറ്റേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ, ആക്സസ് ടു കൺസ്യൂമർ അസറ്റ് ആൻഡ് ബേസിക് കമ്മ്യൂണിറ്റീസ്, പോവർട്ടി ലെവൽ, ഹെൽത്ത് ഫെസിലിറ്റീസ്. സോ ഇത്രയൊക്കെ ഫാക്ടേഴ്സ് കാരണം അവിടെ എന്ത് സംഭവിക്കാം, റൂറൽ അർബൻ ഡിസ്പാരിറ്റീസ് ഉണ്ടാകാം. സോ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നമ്പർ ഓഫ് ഇൻഹാബിറ്റൻസ് ഓഫ് എ ഗിവൺ സെക്സ് ഓർ ഏജ് ഗ്രൂപ്പ് ദാറ്റ് ആക്ച്വലി ലിവ് വിത്തിൻ ദ ബോർഡർ ലിമിറ്റ് ഓഫ് ദ കൺട്രി, ടെറിട്ടറി ഓർ ജോഗ്രഫിക് ഏരിയ അറ്റ് എ സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം. സോ പോപ്പുലേഷൻ്റെ ഡെഫിനിഷൻ ഇത് മീനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം അല്ലെങ്കിൽ ആ ഒരു ടെറിട്ടറിയിൽ ജീവിക്കുന്ന ആൾക്കാർ, വസിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ആ ഒരു പോപ്പുലേഷൻ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുന്നത്. സോ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഇൻഡെക്സിൽ ഇപ്പം ഫസ്റ്റാണ്. സോ ഇത് ഒരു റീസൺ ആണല്ലേ, റൂറൽ അർബൻ ഡിസ്പാരിറ്റീസിൽ വരാനുള്ളൊരു റീസൺ ഒന്നാണ് പോപ്പുലേഷൻ. ഇനി അടുത്തതാണ് എംപ്ലോയ്മെൻറ്റ്. എനി ടൈപ്പ് ഓഫ് വർക്ക് പെർഫോംഡ് ഓർ സർവീസസ് റെൻഡേർഡ് ഇൻ എക്സ്ചേഞ്ച് ഫോർ കോമ്പൻസേഷൻ. കോമ്പൻസേഷൻ മേ ഇൻക്ലൂഡ് മണി, ക്യാഷ് ഓർ ദ ഇക്വലൻറ്റ് ഇൻ ട്യൂഷൻ ഫീസ്, ബുക്സ്, സപ്ലൈസ്, റൂം ഓർ ഫോർ എനി അതർ ബെനിഫിറ്റ്. എംപ്ലോയ്മെൻറ്റ് ഓരോ രണ്ട് റൂറൽ ആണെങ്കിൽ അർബൻ ഏരിയാസിലാണെങ്കിലും അവിടുത്തെ ജോലികൾ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. ഇവിടെ ചെറിയ ജോലികൾ ചെയ്താൽ പോലും അവിടെ എക്സ്ചേഞ്ച് പകരമായിട്ട് നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരുന്നു, പൈസ കൊടുക്കേണ്ടി, എന്ത് കാര്യം ചെയ്താലും അതിന് പൈസ കൊടുക്കേണ്ടി വരുന്നു. സോ ട്യൂഷൻ ആണെങ്കിലും ഫീസ് ആണെങ്കിലും ബുക്സ് ആണെങ്കിലും സോ ഇതിനെല്ലാം എന്ത് വേണം, ക്യാഷ് വേണം. സോ കോമ്പൻസേഷൻ രീതിയിൽ കൊടുക്കേണ്ടി വരുന്നു. സോ ഇതിൽ എംപ്ലോയ്മെൻറ്റ് കാര്യങ്ങളിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. സോ അതുപോലെ എഡ്യൂക്കേഷൻ കാര്യങ്ങളിൽ ഒരുപാട് ഡിഫറൻസ്, പോവർട്ടി ലെവലിലുണ്ട്. ഇനി പോവർട്ടിയിൽ തന്നെ മെയിനായിട്ട് ഓർത്ത് വെച്ചിരിക്കേണ്ട ഒരു കാര്യം, ഇനി വേൾഡ് ബാങ്കിൻ്റെ കണക്കനുസരിച്ച് യൂസസ് എ പോവർട്ടി ലൈൻ ഓഫ് കൺസപ്ഷൻ ലെസ് ദാൻ $1 പെർ ഡേ പെർ പേഴ്സൺ. സോ ഒരാൾക്ക് ഒരു ദിവസം $1 താഴെ, $1 താഴെ ചിലവഴിക്കാനില്ലെങ്കിൽ അയാൾ നമുക്ക് പോവർട്ടി, ദാരിദ്ര്യമാണ് എന്ന് പറയാം. സോ അപ്പോൾ $1 താഴെ ഒരു ദിവസം ഒരു പേഴ്സൺ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ അയാൾ നമുക്ക് പോവർട്ടി ലൈനാണെന്ന് അല്ലെങ്കിൽ ദാരിദ്ര്യമാണ് എന്ന് പറയാം. പോവർട്ടി എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഹെൽത്ത്. ഇനി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് ടു ബ്രിഡ്ജ് ദ റൂറൽ അർബൻ ഡിവൈഡ് ഇൻ ഇന്ത്യ. സോ റൂറൽ അല്ലെങ്കിൽ റൂറൽ ഏരിയാസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് സ്കീംസ് ഉണ്ട്. സോ അത് നമ്മൾ ഓൾറെഡി ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം പറഞ്ഞു, സ്വർണ്ണ ജയന്തിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ജവഹർ ഗ്രാം, നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട്, അതെല്ലാം പറഞ്ഞു. ഇനി ഇതിൽ നമ്മൾ നോക്കാത്ത പ്രൊവൈഡിങ് അർബൻ അമ്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്, ഈ ഒരു PURA എന്ന് പറയും. സോ ഇത് മാത്രമേ ഉള്ളൂ നമ്മൾ നോക്കാത്തത്. ഇറ്റ് ഈസ് സ്കീം ഫസ്റ്റ് ഇനാക്റ്റഡ് ബൈ ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഡോക്ടർ APJ അബ്ദുൽ കലാം കൊണ്ടുവന്ന ഒരു സ്കീമാണിത് PURA എന്ന് പറയുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ make the rural areas as attractive as the urban areas and stop the migration of rural people to the urban areas. So urban areas പോലെ റൂറൽ ഏരിയാസിനെ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആക്കാനും അവിടെ കുറേ ഫെസിലിറ്റീസ് കൊണ്ടുവരാനും അതുപോലെ റൂറൽ പീപ്പിൾസ് അർബനിലോട്ട് അല്ലെങ്കിൽ നഗരത്തിലോട്ട് പോകുന്നതൊക്കെ തടയാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് PURA എന്ന് പറയുന്നത്, പ്രൊവൈഡിങ് അർബൻ എമ്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ്. സോ റൂറൽ ഏരിയാസിൽ അർബൻ രീതിയിൽ അർബൻ ഏരിയാസിലുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. സോ അതാണ് പ്രൊവൈഡിങ് അർബൻ എമ്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ് എന്ന് പറയുന്നത്. സോ APJ അബ്ദുൽ കലാമാണ് ഈ പ്രോഗ്രാം കൊണ്ടുവന്നത് 2005. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് MCQs നോക്കാം. അബ്സല്യൂട്ട് പോവർട്ടി ഈസ് ഓഫൺ നോൺ ആസ്, സോ ഓപ്ഷൻ B ആണ് സബ്സിസ്റ്റൻസ് poverty. Second one, what is the maximum calorie intake decided by the Planning Commission for rural and urban areas? So rural and urban areasile calorie intake, rural ആണെങ്കിൽ 2400 urban ആണെങ്കിൽ 2100 ആണ്. National Old Age Pension Scheme came into effect on 15 August 1995. Option A ആണ്. The beneficiaries of EAS. സോ എൻ്റെ ആൻസർ ഓപ്ഷൻ A ആണ്. 18 to 60 ഇയേഴ്സ് ആണ്. സോ EASൻ്റെ ബെനിഫിഷ്യറീസ് എന്ന് പറയുന്നത്. ഫിഫ്ത്ത് വൺ, അന്ത്യോദയ പ്രോഗ്രാം വാസ് ഇനിഷ്യേറ്റഡ് ഇൻ. സോ ഓപ്ഷൻ A. സിക്സ്ത് വൺ, ഹരി ബി ഹട്ടാവോ സ്ലോഗൻ വാസ് ഗിവൺ ബൈ.
സോ ഗരീബി ഹട്ടാവോ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയുടെയാണ്. സോ ഓപ്ഷൻ സി. 7th വൺ ഡാഷ് സ്കീം പ്രൊവൈഡ് 10 kg ഓഫ് ഫ്രീ ഫുഡ് ഗ്രെയിൻസ് എ മന്ത് ഫോർ എലിജിബിൾ സീനിയർ സിറ്റിസൺ. സോ അത് ഓപ്ഷൻ എ അന്നപൂർണ ആണ്. 8th വൺ ഡാഷ് സ്കീം എയിംഡ് അറ്റ് ക്രിയേറ്റിംഗ് ഹൗസിംഗ് ഫോർ എവരി വൺ. സോ അത് മുദ്ര അല്ല, ഗ്രാമീൺ ആവാസ് യോജനയാണ്. 9th വൺ PMGAY പ്രധാനമന്ത്രി ഗ്രാമീൺ ആവാസ് യോജന വാസ് ഇനിഷ്യേറ്റഡ് ഇൻ 1985 ആണ്. 10th വൺ ഇന്ത്യാസ് പ്ലേസ് ഇൻ പോവർട്ടി ഇൻഡെക്സ് 111 ആണ്. 11th വൺ IRDP വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ വിച്ച് 5-year പ്ലാൻ. സോ അത് 6th 5-year പ്ലാനാണ്, ഓപ്ഷൻ ബി. 12th ഇന്ത്യാസ് പ്ലേസ് ഇൻ പോപ്പുലേഷൻ ഇൻഡെക്സ് ഓഫ് 2023. സോ അത് ഫസ്റ്റ് ആണ്. 13 IRDP ഇംപ്ലിമെൻറ്റഡ് ഇൻ 1980, ഓപ്ഷൻ എ. PURA scheme was introduced by which president of India? So APJ Abdul Kalam ആണ്. 15 which state has highest MGNREGA wages? So Haryana ആണ്. What is the revised wage rate for Kerala in 2024 of MGNREGA? So അത് 346 ആണ്. സോ ഓപ്ഷൻ ബി. സോ ഓൾഡ് ആണെങ്കിൽ 3300 ആണ്. 333 ആണ്. സോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.